അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഉദാഹരണം നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞത് മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ. സോ ഐ ആം ടോക്കിംഗ് സംതിങ് ആൻഡ് സംബഡി ഈസ് റിപ്പോർട്ടിങ് ഇറ്റ്. സീ ദാറ്റ് മന്ത്രി പറഞ്ഞു മറ്റന്നാൾ മുതൽ വില കുറയും, അല്ലെങ്കിൽ ബസ് ചാർജ് വർധനവ് ഉണ്ടാവും നാളെ മുതൽ എന്നൊക്കെ പറയുമ്പോൾ അത് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യാണ്. മന്ത്രി പറഞ്ഞു ഇന്ന ദിവസം മുതൽ ബസ് ചാർജ് വർധനവുണ്ടാവും, സാധനങ്ങൾക്ക് വില കുറയുമെന്ന്. അപ്പോൾ അതൊരു റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ സെറ്റ് എന്ന് അദ്ദേഹം പറയും. അപ്പം അതിന് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എന്നാണ് പറയാം. ഒരു റിപ്പോർട്ടിംഗ് വാക്കാണത്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് മറ്റൊരാൾ പറയും. മലയാളത്തിൽ നമ്മൾ അങ്ങനെ 3 ടെൻസേ ഉള്ളൂ എങ്കിലും അതുകൊണ്ട് തന്നെ 3 ടെൻസിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് അയാൾ പറഞ്ഞു ഇന്നതാണെന്ന് അയാൾ. പക്ഷേ ഇംഗ്ലീഷിൽ 12ഓളം ടെൻസുണ്ട്, 12 വിഭാഗം ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ടെൻസിലും വ്യത്യസ്തമായ രീതിയിലാണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഉപയോഗിക്കുന്നത്. മാത്രമല്ല 4 തരത്തിലുള്ള സെൻറ്റൻസുകളും ഇംഗ്ലീഷിലുണ്ട്. ഈ 4 തരത്തിലുള്ള സെൻറ്റൻസുകൾ എന്ന് പറയുമ്പോൾ അഫർമേറ്റീവ് സെൻറ്റൻസ് അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, പ്രസ്താവന രൂപത്തിലുള്ള വാക്യങ്ങൾ. രണ്ടാമത്തത് ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങൾ, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. മൂന്നാമത്തത് ഇംപെറേറ്റീവ് സെൻറ്റൻസ്, റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ എന്നിവയൊക്കെ പറയുന്ന കാര്യങ്ങൾ. നാലാമത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എന്താ എക്സ്ക്ലമേറ്ററി? ആശ്ചര്യ രൂപത്തിലുള്ള വാചകങ്ങൾ. ഈ വാചകങ്ങൾ ഓരോന്നും മാറ്റുന്നതും അതോടൊപ്പം തന്നെ മാറപ്പെടാവുന്ന മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ firstly we can start with an example. Direct and indirect speech. Example, Tom said, Tom പറഞ്ഞു I go home every week ago. So Tom said, I go home every week ago. അപ്പം ഉറപ്പാണ് ഇത് പറഞ്ഞിരിക്കുന്ന ആൾ ടോമാണ്. ടോം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്യണം, മറ്റൊരാൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഇത് ഡയറക്റ്റ് സ്പീച്ച്. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എങ്ങനെയാണ്? ടോം പറഞ്ഞു ഐ എന്നുള്ളതിനൊക്കെ മാറ്റം വരികയാണ്. അയാൾ അല്ലെങ്കിൽ അദ്ദേഹം എല്ലാ ആഴ്ചയുടെയും അവസാനം വീട്ടിലേക്ക് പോകുമെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ടോം സെഡ് ദാറ്റ് എന്നൊക്കെ വെച്ചപ്പോൾ അത് റിപ്പോർട്ടിംഗ് വേർബിൽ മാറ്റം ഉണ്ടാവില്ല, റിപ്പോർട്ടിംഗ് വേർഡിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഐ എന്നുള്ളത് ഹി ആവും. ഗോ എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഏത് ടെൻസാണ്? ഐ ഗോ ഹോം. ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഉറപ്പാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. ഹോം എവറി വീക്ക്, എല്ലാ ആഴ്ചകളും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ട് ചെയ്യുന്ന ആളിനനുസരിച്ച് നമ്മളത് മാറിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഉദാഹരണം, ടോം സെഡ് ദാറ്റ് he went home every week. He went home every week. Said that. Direct and indirect speech. So ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, പല രീതിയിലുള്ള ചേഞ്ചസ് വരികയാണ്. പല രീതിയിലുള്ള ചേഞ്ചസ് വരുന്നു. എന്തൊക്കെയാണ് ചേഞ്ചസ്? പല രീതിയിലുള്ള ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്.
മൂന്ന് തരത്തിലുള്ള ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഒന്ന്, പേഴ്സണിൽ വ്യത്യാസമുണ്ടോ? പേഴ്സൺ ഐ എന്നൊക്കെ ഉള്ളത് ഹി എന്നോ ഷീ എന്നോ ഒക്കെ ആയി മാറും. അപ്പോൾ അതുപോലെ മറ്റു കാര്യം 3 ചേഞ്ചസ്. ഒന്ന് പേഴ്സൺ, രണ്ടാമത്തത് ടെൻസ്, സിമ്പിൾ പ്രസൻ്റ് ഒക്കെ സിമ്പിൾ പാസ്റ്റ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കാലത്തിൽ മാറ്റം വരിക. ടുഡേ എന്നൊക്കെ ഉള്ളത് ദാറ്റ് ഡേ എന്നൊക്കെ ആയിട്ട് ടുഡേ എന്ന് ടുമാറോ എന്നൊക്കെ ഉള്ളത് മാറ്റം വരും. ഇത്തരം 3 ചേഞ്ചുകൾ നമ്മൾ മനസ്സിലാക്കണം. ഡയറക്റ്റ് ഒരു ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും 3 തരത്തിലുള്ള ചേഞ്ച്, റിപ്പോർട്ടിംഗ് വേർബിന് അപ്പുറത്തായിട്ട് കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന ചേഞ്ചസ്. ഒന്ന് പേഴ്സണിലാണ്, ഒന്ന് രണ്ടാമത്തെ ടെൻസിലാണ്, മൂന്നാമത്തത് കാലത്തിലാണ്, അതോ കാലത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളിലാണ്. 3 കാര്യങ്ങൾ. ഓക്കെ, എക്സാമ്പിൾ. I and you എന്നുള്ളത് he എന്നോ she എന്നോ മാറുന്നു. he എന്നോ she എന്നോ ആയി മാറുന്നു. I എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നൊക്കെ ഉള്ളത് he എന്നോ she എന്നോ മാറുന്നു. me and you, him or her ആയി മാറുന്നു. him or her. me എന്നുള്ളത് he and him or her ആയി മാറുന്നു. my and your എന്നൊക്കെ ഉള്ളത് his എന്നോ or അല്ലെങ്കിൽ her എന്നോ ആയി മാറുന്നു. my and your, me and you, him or her. മൈ എന്നുള്ളത് ഹിസ് അല്ലെങ്കിൽ ഓർ ഹർ, മൈ യുവർ എന്നൊക്കെ ഉള്ളതായിട്ട് മാറുന്നു. മൈ ആൻഡ് യുവർ മാറുന്നത് ഹിസ് ഓർ ഹർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. മൈൻ ആൻഡ് യുവേഴ്സ്, ഹിസ് ഓർ ഹേഴ്സ് എന്നായി മാറും. So we and you ചില സമയങ്ങളിൽ അത് ദേ, മിക്കവാറും സമയങ്ങളിൽ ദേ. വി എന്ന് നമ്മളാണ് പറയുന്നതെങ്കിൽ വി തന്നെയാണ്. അതേസമയത്ത് വി ആൻഡ് യു എന്നുള്ളത് ദേ ആയി മാറുന്നു. us and you എന്നുള്ളത് them ആയി മാറുന്നു. our and your their ആയി മാറുകയാണ്. and ours and yours theirs ആയി മാറുന്നു. ours and yours. So I and you, he she ആയി മാറുന്നു. me and you, him or her ആയി മാറുന്നു. my and your എന്നുള്ളത് his or her ആയി മാറുന്നു. mine and yours, his or hers ആയി മാറുന്നു. we and you, they ആയി മാറുന്നു. us and you, theirs. our and your എന്നുള്ളത് they are ആയി മാറുന്നു. ours and yours, theirs ആയി മാറുന്നു. 8 ഇങ്ങനെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. 8 മാറ്റങ്ങൾ. ഇത് പേഴ്സണിൽ വരുന്ന മാറ്റങ്ങളാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പേഴ്സണിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഇൻഫിനിറ്റീവ് വേർബിൽ വരുന്ന, ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ, പ്രസൻറ്റ് ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അടുത്തത് ടെൻസിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ. ടെൻസ് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരികയാണ്. എക്സാമ്പിൾ, സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ്. ഹി ഗോസ് എന്നൊക്കെ അല്ലെങ്കിൽ ഹി ഗോസ് എന്നൊക്കെ ആണെങ്കിൽ ഹി വെൻറ്റ് എന്നുള്ള പാസ്റ്റ് ടെൻസിലേക്ക് മാറും. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് സ്വാഭാവികമായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്
മാറുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറുന്നു, കണ്ടിന്യൂസ് ആയി മാറുന്നു. NUOUS. സോ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലേക്കും, പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കും, പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്കും, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കും മാറുന്നു. ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തത് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്തായി മാറുന്നു? സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറുന്നു. അപ്പോൾ ഇത്തരം മാറ്റങ്ങളാണ് പറയുന്നത്. ബാക്കിയുള്ളതിനൊന്നും വലിയ മാറ്റങ്ങളില്ല. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് തന്നെയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെയായി തുടരുന്നു. അതേസമയത്ത് വിൽ എന്നുള്ളത് വുഡ് ആവുകയും ഷാൾ എന്നുള്ളത് ഷുഡ് ആവുകയും ചെയ്യുന്നു. മേ, മൈറ്റ് അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ക്യാൻ, കുഡ് എന്നിവയായി മാറുന്നു. അപ്പം ഇത്തരം മാറ്റങ്ങൾ നമ്മൾ അതിൽ പലതിലും പ്രതീക്ഷിക്കണം, പലതിലും കാണണം. ഇപ്പോൾ റിപ്പോർട്ട് വേർബിന് ശേഷം കൊട്ടേഷനുള്ളിലുള്ള, അതായത് ഇതിൻ്റെ നമ്മുടെ ഈ ഇൻവേർട്ടഡ് കോമയിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. ഹീ സെഡ് എന്നുള്ളത് അത് സന്ദർഭത്തിനനുസരിച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും, ക്വസ്റ്റ്യൻ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലായിട്ട് മാറുന്നു. ഇത്തരം കാര്യങ്ങൾ പറയുകയാണ് നമ്മൾ ഈ ടെൻസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ടെൻസിൻ്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കും. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ടെൻസിൽ വരുന്ന വ്യത്യാസം സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണം ഹീ റൈറ്റ്സ് എന്നുള്ളത് ഇത് ഒരു ഫൈനറ്റ് വേർബ്സ് ആണ്. ഫൈനറ്റ് വേർബ് എന്താ? ഫൈനറ്റ് വേർബ് എന്ന് പറഞ്ഞാൽ ടെൻസ് കർത്താവിനും കാലത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്ന വേർബിനാണ് ഫൈനറ്റ് വേർബ് എന്ന് പറയുന്നത്. കർത്താവിന് കാലത്തിന് ഫൈനറ്റ് വേർബുകളൊക്കെ മാറ്റം വരാണ്. ടു വയ്ക്കുമ്പോൾ ഇൻഫൈനറ്റ്. ഓക്കെ, സോ ഹി റൈറ്റ്സ് എന്നുള്ളത് ഹി റോട്ട് എന്നുള്ള സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. ഹി റോട്ട് എന്നുള്ള സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറും. അടുത്തത് ഇനി ഐ റൈറ്റ് എന്നുള്ളതാണെങ്കിലും ഐയിലും വരികയാണ് മാറ്റം. ഐ എന്നുള്ളത് ഹി ആവാം, അതും റോട്ട് എന്ന് തന്നെയാണ് വരുന്നത്. ഇത് രണ്ടും സിമ്പിൾ പ്രസൻ്റ് ആണ്, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. ഒരു വാചകം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ, ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിൽ മാറ്റം വരുന്ന ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവുന്നു. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഹീ ഈസ് റൈറ്റിംഗ് എന്നുള്ളത് ഹീ വാസ് റൈറ്റിംഗ് എന്നായി മാറുന്നു. ഹീ വാസ് റൈറ്റിംഗ് എന്നായി മാറുന്നു. അടുത്തത് ആറെന്നാണെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. ഹീ ഹാസ് റിട്ടൺ എന്നുള്ളത് ഹീ ഹാഡ് റിട്ടൺ എന്നുള്ള സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ. അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, ഇത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറി. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറി. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുകയാണ്. സോ ഹീ ഈസ് റൈറ്റിംഗ്, ഹീ വാസ് റൈറ്റിംഗ് ആയി, ഹി ഹാസ് റിട്ടൺ എന്നുള്ളത് ഹി ഹാഡ് റിട്ടൺ എന്നായി മാറുന്നു. ഇനി അടുത്തത് ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എന്നുള്ളത് അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എന്നായി മാറുന്നു. അങ്ങനെ ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എന്നുള്ളത് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് ആയി മാറുന്നു. അപ്പം ഇനി
ടെൻസിൽ വരുന്ന മറ്റൊരു മാറ്റം ഹി റോട്ട് എന്നാണെങ്കിൽ ഇത് ഏത് ടെൻസാണ്? ഹി റോട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞാൽ ഹി ഹാഡ് റിട്ടേൺ. ഹി ഹാഡ് റിട്ടേൺ. ഹി വാസ് റൈറ്റിംഗ്. ഹി വാസ് റൈറ്റിംഗ് എന്നുള്ളത് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുന്നു. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. ഓക്കെ. ഇനി ഹി വിൽ കം എന്നാണെങ്കിൽ ഹി വുഡ് കം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. ഐ ആണെങ്കിൽ ഷാൾ, ഐ ഷുഡായി മാറുന്നു. മേ എന്നുള്ളത് മൈറ്റ് ആയി മാറുന്നു. ക്യാൻ, കുഡ് ആയി മാറുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ ടെൻസിൽ വരുന്ന മാറ്റങ്ങളാണ്. കർത്താവിന്, അതായത് സബ്ജക്റ്റിന് കാലത്തിനനുസരിച്ച് ടെൻസിനനുസരിച്ച് മാറ്റം വരുന്ന വാക്കുകളാണ് നമ്മൾ ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് വേർബിലാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. ഉദാഹരണമായിട്ട് ഹി വിൽ ബി റൈറ്റിംഗ് എന്നുള്ളത് ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഹി വുഡ് ബി റൈറ്റിംഗ് ആയി മാറുകയാണ്. വുഡ് ബി റൈറ്റിംഗ് ആയി മാറുന്നു. ഹി വിൽ ബി റൈറ്റിംഗ്, ഹി വുഡ് ബി റൈറ്റിംഗ് എന്നായി മാറുന്നു. അപ്പം ഹി മേ കം വരാൻ സാധ്യത ചിലപ്പോൾ വന്നേക്കാം. ഹി മൈറ്റ് കം എന്നായി മാറുന്നു. ഹി ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്. സംബഡി സെഡ്, ആരെങ്കിലും ഒരാൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് കൊട്ടേഷനുള്ളിലാണുള്ളത്, അതായത് ഈ ഇൻവെർട്ടഡ് കോമയിലുള്ള കാര്യങ്ങളാണ്. ഹി ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ് ഈസിലി. അപ്പം ഹി കുഡ് ലിഫ്റ്റ് ദ ബോക്സ് എന്ന പേരിലായിട്ട് മാറും. അപ്പോൾ ക്യാൻ കുഡാവും, ഷാൾ ഷുഡാവും, മേ മൈറ്റ് ആവും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷാൾ ഷുഡാവും ഒക്കെ ചെയ്യുന്നത്. ക്യാൻ വിൽ ബി റൈറ്റിംഗ്. ഓക്കെ. സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ വരണം എന്നല്ല. നമ്മൾ ഐ ഷാൾ ബി റൈറ്റിംഗ്, ഐ ഷുഡ് ബി റൈറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ നമ്മൾ പറയാം ഐ വുഡ് ബി റൈറ്റിംഗ് എന്ന ഷാൾ എന്നുള്ളത് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അങ്ങനെയാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ വ്യക്തമായി ഓർത്ത് നിൽക്കാൻ കഴിയുന്നത്. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ അത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഷാൾ അല്ലെങ്കിൽ വിൽ ഹാവ് റിട്ടൺ, അത് ഷുഡ് അല്ലെങ്കിൽ വുഡ് ഹാവ് റിട്ടൺ ആയി മാറുകയാണ്. ഹാവ് റിട്ടൺ ആയി മാറും. ഷാൾ ഹാവ് റിട്ടൺ, വിൽ ഹാവ് റിട്ടൺ, ഷുഡ് ഹാവ്, വുഡ് ഹാവ് എന്നൊക്കെ ആയിട്ട് മാറണം. അപ്പോൾ റിട്ടൺ. അപ്പോൾ ഷാൾ എന്നുള്ളത് ഷുഡ് ആവുകയും വിൽ എന്നുള്ളത് വുഡ് ആവുകയും ചെയ്യുന്നു. പിന്നെ ഹാഡ്, സാധാരണഗതിയിൽ പഴയ ഇംഗ്ലീഷിൽ ഹാഡ് ഉപയോഗിക്കാൻ ഹാഡ് ആയിട്ട് മാറാം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് മോഡേൺ ഇംഗ്ലീഷിൽ പഴയ ഓൾഡ് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സംഭവം ഹാഡ് ആയിട്ട് മാറും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ചേഞ്ച് ഇൻ ദ പോയിന്റർ. സീ ദാറ്റ് ചേഞ്ച് ഇൻ ദ പോയിന്റർ. എന്താണ് പോയിന്റർ എന്ന് പറയുന്നത്? പോയിന്റർ എന്ന് പറയുന്നത് നൗ എന്ന് കാണിക്കുന്നത് then, now, at that time, now എന്നുള്ളത് at that time എന്നോ then എന്നോ കാണിക്കും. now, then, at that time എന്നൊക്കെ നമ്മൾ പറയുന്നൊരു വിഷയമാണ്. hence, hence, thence എന്നാണ് മറ്റൊന്ന് നോക്കുക.